ഒരു സമരം, ഒരു ധാർമ്മിക പോരാട്ടം ആരംഭിക്കുകയാണ്. ഒരു വൃദ്ധസദനത്തിൽ, രാജകീയമായ വൃദ്ധസദനത്തിൽ പ്രവേശനം കിട്ടിയതിന്റെ നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവിനെ സംഘപരിവാരത്തിന്റെ ആജ്ഞയനുസരിച്ച് തകർക്കാനായി കൂലി വാങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു കേരളത്തിന്റെ ശത്രുവിനെതിരായി ഉള്ള സമരമായി മാത്രമല്ല ഈ സമരത്തെ കാണേണ്ടത്. അങ്ങനെ ഒരു തലം തീർച്ചയായും ഈ സമരത്തിനുണ്ട്. പക്ഷേ ഇത് ഗവർണർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്താരാഹിത്യത്തിനെതിരായ സമരം മാത്രമല്ല, മറിച്ച് ഇങ്ങനെ വിവേകരഹിതനായ ഒരാളെ വീണ് കിട്ടിയത് ഉപയോഗിച്ചുകൊണ്ട് RSS നടത്തുന്ന കേരള വിരുദ്ധ നീക്കത്തിനെതിരായ സമരമാണ്. ഇത് ലക്ഷ്യം വെക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെ തന്നെയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവ് തകർത്തിട്ടായാലും വേണ്ടില്ല, കേരളത്തെ കീഴടക്കണം എന്ന് ഇപ്പോ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ, RSSനെതിരെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ, കേരളത്തെ തന്നെയും സ്നേഹിക്കുന്ന എല്ലാ മലയാളികളെയും കക്ഷി രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങൾക്കപ്പുറത്ത് അണിനിരത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ മലയാളികളും ഒരുമിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഇത് കേരളത്തിനെതിരായ, മലയാളിക്കെതിരായ, മലയാളിയുടെ, കേരളത്തിന്റെ വിവിധ രംഗങ്ങളിലെ നേട്ടങ്ങൾക്കെതിരായ RSSന്റെ ആക്രമണമാണ്.